അങ്ങ് ഡൽഹിയിൽ ഒരു വലിയ സമരം നടക്കുകയാണ്. വിദ്യാഭ്യാസ അവകാശത്തിനും വിദ്യാഭ്യാസ രംഗത്തുള്ള അനീതിക്കുമെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്, CJP. ജന്മം കൊണ്ടിട്ട് കേവലം 1 മാസം. ആ 1 മാസത്തിനുള്ളിൽ പാർട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നത് മില്യൺ കണക്കിന് ആളുകളാണ്. ആ നേതാവിനെ വല്ലാതെ സ്നേഹിക്കുന്നത് ആയിരങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അഭിജിത്ത് ദിപക്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിലെ ആശയങ്ങൾ അത്ര കണ്ട് ശക്തമാണ്, അത്ര കണ്ട് ബലവത്താണ്. വലിയൊരു സംവിധാനത്തിനെതിരെ, അതും ഒരു ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് CJP. സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് CJP വിദ്യാഭ്യാസ രംഗത്ത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ആ പോരാട്ടം തുടങ്ങിയിട്ട് 3 ദിവസമായി. പലതരത്തിലുള്ള വിയോജിപ്പുകൾ, സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ. വൈദ്യുതി അവിടെ വിച്ഛേദിക്കുന്നു, വെള്ളമില്ലാതാകുന്നു. എന്തിനു പറയുന്നു, പലതരത്തിലാണ് ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു സംഘം ചെറുപ്പക്കാർ ജന്തർ മന്ദിറിൽ അവർ ആ സമരത്തിൻ്റെ കൂടെയാണ്, ആ സമരത്തിനൊപ്പമാണ്. 30 വയസ്സുള്ള അഭിജിത്ത് ദിപക്കെ, അദ്ദേഹം ഒരു ചരിത്ര നായകനാകാം ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ. കാരണം അത്ര കണ്ട് ശക്തമായ വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം സാർവത്രികമായിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പക്ഷേ അവിടെയാണ് പ്രശ്നം. വിജയത്തിനു വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും ചോദ്യപേപ്പർ പോലും കൊള്ളയടിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതിയോടാണ് അഭിജിത്തിൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ്. ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജന്തർ മന്ദിറിലേക്ക് എത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെയല്ല, പക്ഷേ ഒരു നയത്തിനെതിരെയാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രിക്കെതിരെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന പ്രവേശന പരീക്ഷ നടത്തുന്ന ഏജൻസി പിരിച്ചുവിടുന്നതുവരെയും സമരവുമായി മുന്നോട്ട് പോകാനാണ് CJPയുടെ നീക്കം. അവർക്ക് വലിയ തരത്തിലുള്ള പിന്തുണകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് പരോക്ഷമായി മാത്രം, പ്രത്യക്ഷമായി ആരും രംഗത്തേക്ക് വരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ചിലതൊക്കെ ചെറിയ വർത്തമാനങ്ങൾ അവിടെ ഇവിടെയും പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയാണ് രംഗത്തുള്ളത്. അവർ പരസ്യമായി CJPയോട് കൂറ് പ്രഖ്യാപിച്ചിട്ടില്ല. CJP ആകട്ടെ, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന നീതിക്ക് വേണ്ടി പോരാടുന്ന ആ മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഒരു നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിഭാഗം, അവർ ശക്തമായി ഡൽഹിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കടുത്ത ചൂടാണ്. ആ ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഡൽഹിയിലെ സമരപ്പന്തലിൽ അവരുണ്ട്. അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് വലിയൊരു വിദ്യാർത്ഥി സമൂഹവുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ CJPയുടെ പോക്ക് വളരെ വലുതായിരിക്കുമെന്നുള്ള പ്രതീക്ഷ അതിൻ്റെ സംഘാടകർക്കുണ്ട്. കാരണം അവരുന്നയിക്കുന്ന ആശയം രാഷ്ട്രീയമല്ല, ഒരു നീതിയുടേതായ ആശയമാണ്, ഒരു നിലനിൽപ്പിൻ്റെതായ പോരാട്ടത്തിലാണ് അവർ. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. 3 ദിവസം കഴിയുന്നു. അടുത്ത ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ പിന്തുണ അഭ്യർത്ഥിച്ചിരിക്കുന്നത് കർഷകരോടാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ കർഷകർ സംഘടിച്ചതാണ്. അന്ന് അവർ സമരം നടത്തിയതാണ്. അത്തരത്തിൽ സമാധാനപരമായി വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ഒരു സമരവുമായി മുന്നോട്ട് പോകാനാണ് CJPയുടെ നീക്കം. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശം ഏറെ നാൾ പിടിച്ചു നിൽക്കുവാനുള്ള പൈസയും സമ്പത്തുമൊന്നും ഇല്ല എങ്കിൽ തന്നെയും ശക്തമായ ഒരു ആവേശം അവരുടെ മനസ്സിലുണ്ട്, അതും പോരാട്ടത്തിൽ ഉറച്ച ഒരു മനസ്സ്. എന്തായാലും ഒരു ഭരണകൂടത്തിനെതിരെ ശക്തമായി ഇങ്ങനെ രംഗത്ത് നിൽക്കുന്ന CJPക്ക് പിന്തുണ കൂടുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്കുമുണ്ട്. അവർ ശരിയുടെ പക്ഷത്ത് നിന്ന് വാദിക്കുന്നു എന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. അത് വരും ദിവസങ്ങളിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് സംഘാടകർ പറയുന്നുണ്ട്. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ ശൈലി. അതുമാത്രവുമല്ല, കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ പോലെ അത്രയധികം ശക്തരല്ല അവർ. പക്ഷേ ചെറുതായ ഒരു സംഘമാണെങ്കിൽ പോലും അവരുടെ ആശയത്തിന് എല്ലാ സ്ഥലത്തു നിന്നുള്ള പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു, തുടർ പഠനത്തിനായി വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ പഠനത്തിനിടയിൽ ഇന്ത്യയിലുണ്ടാകുന്ന നെറികേടിനെതിരെയാണ് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള നീക്കം തുടങ്ങുന്നത്. അങ്ങനെ അഭിജിത്ത് ശ്രദ്ധേയനാകുന്നു. അദ്ദേഹം
പറഞ്ഞ വാക്കുകൾ കുറേയധികം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു. അവർ വലിയൊരു സംഘടിത ശക്തിയായി മാറുന്നു, ഒരു മൂവ്മെൻ്റായി മാറുന്നു. അവരിന്ന് ഡൽഹിയിലുണ്ട്, അവർക്ക് പ്രതീക്ഷകളുണ്ട്. പക്ഷേ അവർ സമാധാനത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹന സമരത്തിൻ്റെ മാതൃകയിൽ അവർ വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. CJPക്ക് വലിയ വിജയപ്രതീക്ഷകളുമുണ്ട്. വരും ദിവസങ്ങളിൽ നെറികേടുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ അവർ ശക്തി പ്രാപിക്കുമെന്നുള്ള പ്രതീക്ഷ അതിൻ്റെ നേതാക്കന്മാർ തന്നെ പങ്കുവെക്കുന്നുമുണ്ട്. അഭിജിത്ത് നേരത്തെ 2020 മുതൽ ആം ആദ്മി പാർട്ടിയിലുണ്ടായിരുന്നെങ്കിലും അതുമായി ശക്തമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ അഭിജിത്തും CJPയും.